ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മോട്ടിവേഷണൽ കോട്ടുണ്ട്. നമുക്ക് നേരെ വരുന്ന കല്ലുകൾ പെറുക്കിയെടുത്ത് നമുക്ക് ഉയരങ്ങളിലേക്ക് പോകുവാനുള്ള ചവിട്ടുപടികൾ ആക്കണമെന്ന്. ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നിറം. ഇന്ന നിറത്തിലുള്ളവർ ആടാൻ പാടില്ല, പാടാൻ പാടില്ല, അഭിനയിക്കാൻ പാടില്ല. അതിലെ ശരിയും തെറ്റുമൊക്കെ നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിലാകട്ടെ, ഫ്രണ്ട്ഷിപ്പിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, ഏത് രീതിയിലാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തി പറഞ്ഞ കാര്യം അവർ ക്ഷമ പറയുന്നിടത്തോളം കാലം തെറ്റായി നിലനിൽക്കും. എന്നിരുന്നാൽ പോലും ഞാൻ ഇന്ന് അതിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനോട് ഇൻ്റർവ്യൂവർ ചോദിച്ചു, അടുത്ത 10-20 വർഷം കഴിയുമ്പോൾ താങ്കൾ ഏത് രീതിയിലായിരിക്കും ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക? അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ അവിടെ വിവരിക്കുകയാണ്. പക്ഷേ അന്നത്തെ ആളുകൾ അദ്ദേഹത്തെ നിരന്തരം കളിയാക്കിക്കൊണ്ടിരുന്നു. ഒപ്പം ഒരു ഇരട്ട പേരും അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തു. ഇന്ന് അദ്ദേഹത്തിൻ്റെ സിനിമ കാണുവാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരു പ്രളയകാലത്ത് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പ്രളയത്തിലായവരെ രക്ഷപ്പെടുത്തുന്ന ടൊവിനോയെ നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹത്തിന് എല്ലാവരും ചാർത്തി കൊടുത്തൊരു പേരാണ് പ്രളയം സ്റ്റാർ. കാലത്തിൻ്റെ കാവ്യനീതി എന്ന വണ്ണം 2018 എന്ന് പറയുന്ന സിനിമ ഇവിടെ ഇറങ്ങുകയും അത് ഓസ്കാർ നോമിനേഷൻ വരെ പോവുകയും അദ്ദേഹത്തെ എല്ലാവരും വാഴ്ത്തുകയും ചെയ്തു. ഞാനിത് പറയാൻ കാര്യം, ഈ 2-3 ദിവസങ്ങളായി ശ്രീ രാമകൃഷ്ണൻ സാറിനെ തേജോവധം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത് അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയതിൽ നിന്നും 10 മടങ്ങ് വേദികളാണ്. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. ഇന്നലെ വരെയും അദ്ദേഹത്തിന് വേദികളുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇതുവരെ കിട്ടിയതിൽ നിന്നും 10 മടങ്ങോളം വേദികൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും ഉയരുകയും ചെയ്തു. ഇത് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത്. നമ്മുടെ ജീവിതത്തിലും ചെറിയ വേദനയാകട്ടെ, വലിയ വേദനയാകട്ടെ, അപഹാസ്യങ്ങളാകട്ടെ, പരിഹാസങ്ങളാകട്ടെ, എന്തു വന്നാലും നമുക്ക് മുന്നോട്ട് പോകണമെന്നൊരു വാശിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേരെ വരുന്ന ഈ കല്ലുകൾ നമുക്ക് ഉയരങ്ങളിലേക്ക് പോകുവാനുള്ള ചവിട്ടുപടികളാക്കുവാൻ കഴിയും. അപ്പോൾ അധ്വാനിക്കുക, പ്രയത്നിക്കുക, മറ്റുള്ളവരുടെ പരിഹാസങ്ങളെ വെറുതെ വിട്ടേക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.